ഇതുണ്ടോ? പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല പ്രഭു, കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? കേൾക്കാം. കാണാൻ പറ്റുന്നില്ല പ്രഭുവിനെ. കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. അതെ. അതെ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച പ്രഭു നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത്? നമ്മള് ആ. രണ്ടാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം എന്തായിരുന്നു? ഹരേ ശ്ലോകം. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ബ്രഹ്മാവിന്റെ 4 ചോദ്യങ്ങളെന്നും അത് ചോദിക്കാൻ അത് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നല്ലേ? ബ്രഹ്മസൂത്ര. അങ്ങനെ പറഞ്ഞിരുന്നല്ലേ? ഓക്കെ. രണ്ടാമത്തെ ശ്ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭാതരുടെ പുറപ്പെട്ട് കഴിഞ്ഞോ? ഇല്ല പ്രഭു, 2 പേജൂടെ ഉണ്ട്. 2 പേജുകളുണ്ട്. ശരി, ശ്ലോകം വായിച്ച് ആദ്യ ശ്ലോകം വായിക്കാം. ശ്ലോകം വായിച്ചിട്ട് ട്രാൻസ്ലേഷനും പിന്നെ ഇനി വായിക്കാനുള്ള ഭാവാർത്ഥത്തിലോട്ടും പോവാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിപദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരാഃ സദ്യോ ഹൃദ്യപരുത്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതികതയാൽ പ്രേരിതമായ ധർമ്മങ്ങളെയെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത പുരാണം നിർമ്മല ഹൃദയരായ ഭക്തർക്ക് പരമസത്യത്തെ ഗ്രഹിക്കാൻ കഴിയും വിധം പ്രതിപാദിക്കുന്നു. ഏവരുടെയും ക്ഷേമ താൽപര്യാർത്ഥം മിഥ്യയിൽ നിന്നും വേർതിരിക്കപ്പെട്ട യാഥാർത്ഥ്യമത്രേ പരമസത്യം. ആ സത്യം ത്രിവിധ ക്ലേശങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നു. മുനിശ്രേഷ്ഠനായ വ്യാസദേവൻ തന്റെ പരിപക്വ അവസ്ഥയിൽ രചിച്ച മനോജ്ഞഗംഭീരമായ ഈ ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തമാണ്. എന്നിരിക്കെ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യമെന്ത്? വിനയത്തോടെ ഒരുവൻ ഭാഗവത സന്ദേശം സശ്രദ്ധം ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ സംസ്കരണത്താൽ അവന്റെ ഹൃദയത്തിൽ ഭഗവാൻ തൽക്ഷണം വാസമുറപ്പിക്കുന്നു. ഒരു മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ 1-2 വരികൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കാനുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ പരമമായ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിത ക്ലേശങ്ങളിൽ, ത്രിവിധമായിട്ടുള്ള ക്ലേശങ്ങളിൽ നമുക്ക് മുക്തി നേടാം. അതായത് ജീവിതം സമ്പുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകാം. യാതൊരു തരത്തിലുള്ള ഒരു ക്ലേശവും ഒരുവൻ അനുഭവിക്കുകയില്ല. ഏത്? ഈ പരമമായ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ശാസ്ത്രം അറിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റിൽ പറഞ്ഞ ഒരു വരി എന്താ? ഇടയ്ക്ക് പറഞ്ഞത് എന്താണ്? ഈ ശ്രേഷ്ഠമായ ഈ ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തമാണ്. സ്വയം പര്യാപ്തമാണ്. കാര്യം എന്താ? ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ ആത്മാരാമനായതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള സന്ദേശവും സ്വയം പര്യാപ്തമാണ്. മറ്റൊരു സഹായവും ആവശ്യമില്ല. ശരിയല്ലേ? ആണോ? അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആകയാൽ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, പല ധർമ്മങ്ങളും ഉണ്ട് അർജുന. പക്ഷെ പരമമായ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ആ ധർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പല ശാഖകളും നീ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ശാഖകളും അർജുന അവസാനം എൻ്റെ അടുത്താണ് വരുന്നത്. നീ എൻ്റെ അടുത്ത് നിൽക്കെ പിന്നെ എന്തിനാണ് മറ്റ് ശാഖകൾ നോക്കി പോകുന്നത്? ആ ധർമ്മങ്ങളെല്ലാം മറന്നേക്കാൻ പറഞ്ഞു. പലരും ഇതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പലരും അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. പരമമായ ഈ ശാസ്ത്രം നമ്മുടെ അടുത്തുള്ളപ്പോൾ, സ്വയം പര്യാപ്തമാകുമ്പോൾ, പിന്നെ മറ്റൊരു ധർമ്മശാസ്ത്രത്തിൻ്റെ ആവശ്യം എന്താണ്?
ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി ഭാവാർത്ഥത്തിലോട്ട് പോകുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാക്കി വായിക്കാം പ്രഭു. ആ. കൃഷ്ണ. ശ്ലോകം പേജ് 75. ഭഗവാന്റെ ശക്തി ഭഗവാനിൽ നിന്ന് ഒരേ സമയം ഭിന്നവും അഭിന്നവുമാണ്. ശക്തിയാണ് പരമമെന്ന് സ്ഥാപിക്കാനുള്ള മാനസിക അഭ്യൂഹികളുടെ ഉദ്യമത്തിലുള്ള മറുപടിയാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്ന ഒരാൾ അദ്വൈത ദ്വൈത സിദ്ധാന്തങ്ങൾ അപൂർണങ്ങളാണെന്ന് തിരിച്ചറിയുന്നു. ഭേദ അഭേദ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ അതീന്ദ്രിയ അവബോധത്തിന്റെ വികാസം ഒരുവനെ തൽക്ഷണം ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. അതായത് ശരീരം, മനസ്സ് എന്നിവയിൽ നിന്ന് ആവിർഭവിക്കുന്ന ക്ലേശങ്ങൾ. 2, മറ്റ് ജീവസത്തകളാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ക്ലേശങ്ങൾ. 3, നിയന്ത്രണം അസാധ്യമായ പ്രകൃതി ദുരന്തങ്ങളാൽ ഉളവാകുന്ന ക്ലേശങ്ങൾ എന്നിവയാണ് ത്രിവിധ ക്ലേശങ്ങൾ. ഭക്തൻ പരമപുരുഷനായ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുന്നിടത്ത് നിന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. പറഞ്ഞാട്ടെ. താൻ പരമപുരുഷനുമായി ഒന്നാണെന്നും അതേസമയം പരമപുരുഷന്റെ ശാശ്വത സേവകനെന്ന നിലയിലാണെന്നും ഒരു ഭക്തൻ പൂർണ്ണ ബോധവാനാണ്. ദാസോഹം തവ കേശവ. കണ്ടതെല്ലാം തൻ്റേതെന്ന ഭൗതിക സങ്കല്പത്തിൽപ്പെട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരുവൻ വിവിധ ക്ലേശങ്ങളാൽ സദാ അലട്ടപ്പെടുന്നു. എന്നാൽ അതീന്ദ്രിയ സേവകനാണെന്ന തന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ അവൻ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരുകയും ചെയ്യുന്നു. ഭൗതിക പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം ജീവസത്ത പരമപുരുഷന്റെ സേവകനായി തീരുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ല. തന്റെ ആത്മീയ സ്വരൂപത്തെക്കുറിച്ചുള്ള പരിശുദ്ധ അവബോധത്തിലാണ് ഭഗവത് സേവനം നിർവഹിക്കപ്പെടുന്നത്. ഭഗവത് സേവനത്താൽ ഒരാൾ തൽക്ഷണം തന്നെ ഭൗതികമായ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രനാകുന്നു. ഇതിനെല്ലാം ഉപരിയായി ശ്രീമദ് ഭാഗവതം വേദാന്ത സൂത്രത്തിന് വ്യാസദേവൻ സ്വയം നൽകിയ വ്യാഖ്യാനമാണ്. ശ്രീ നാരദ കൃപയാൽ ആത്മീയ ജീവിതത്തിന്റെ പരിപക്വ അവസ്ഥയിൽ വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാകുന്നു ശ്രീമദ് ഭാഗവതം. പരമദിവ്യോത്തമ പുരുഷനായ നാരായണന്റെ ആധികാരികമായ അവതാരമാകുന്നു ശ്രീ വ്യാസദേവൻ. ആകയാൽ അദ്ദേഹത്തിന്റെ ആധികാരികതയെക്കുറിച്ച് സംശയത്തിനിടമില്ല. മറ്റെല്ലാ വേദസാഹിത്യങ്ങളുടെയും രചയിതാവാണെങ്കിലും മറ്റെല്ലാത്തിനും ഉപരിയായി ശ്രീമദ് ഭാഗവതം പഠിക്കാൻ ശ്രീല വ്യാസദേവൻ ശുപാർശ ചെയ്യുന്നു. ദേവത ആരാധനയുടെ വ്യത്യസ്ത മാർഗങ്ങൾ മറ്റ് പുരാണങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. എന്നാൽ പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദ്യം. പരമപുരുഷൻ എന്നാൽ സമഗ്ര രൂപവും ദേവന്മാർ ആ രൂപത്തിന്റെ വിവിധ ഭാഗങ്ങളുമാകുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്ന പക്ഷം മറ്റു ദേവന്മാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല തന്നെ. പരമപുരുഷനായ ഭഗവാൻ ഭക്തഹൃദയത്തിൽ തൽക്ഷണം പ്രതിഷ്ഠിതനാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവതത്തെ അമല പുരാണമായും മറ്റുള്ള പുരാണങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായും പരാമർശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരാമർശിച്ചിരിക്കുന്നതിനാൽ ശ്രീമദ് ഭാഗവതം മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്ത് മനസ്സിലാക്കി ഇത്രയും വായിച്ചതില്? ഹരേ കൃഷ്ണ. എന്ത് മനസ്സിലാക്കി? ത്രിവിധ ക്ലേശങ്ങളിൽ ഭഗവത അമലപുരാണമാണെന്നും അത് പഠിക്കുന്നത് ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും. ആ ത്രിവിധ ക്ലേശങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിനകത്ത് വിശദീകരിച്ചു അല്ലേ? ഈ തരത്തിലുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അമലപുരാണമായ, അതായത് യാതൊരു രീതിയിലുള്ള മലീമസവും ഇല്ല, അതാ അമലപുരാണമാണ്. സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു മഹാപ്രഭു സർട്ടിഫൈ ചെയ്തു. QC പാസ്ഡ്. ഇനി വേറെ സംശയത്തിന് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോളോ ഇറ്റ്. അതേ ഉള്ളൂ. നമ്മൾ പറയത്തില്ലേ, ഇൻസ്റ്റന്റ് മസാല, റെഡി ടു ഈറ്റ് ഇല്ലേ? അതാണ് ശ്രീമദ് മഹാഭാഗവതം. വേറൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു, ഭൗതിക പ്രകൃതിയെ അധീനതയിലാക്കാൻ പരിശ്രമിക്കുന്ന ഞാനെന്ന ഭാവത്തോടെ കൂടി പോകുന്നതും ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്കും
ഈ ഒരു ശാസ്ത്രം മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. മാത്രമല്ല അവർ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, കഴുതയെ പോലെ പണി ചെയ്തുകൊണ്ടേയിരിക്കും എന്നർത്ഥം. ആ അവന് മനസമാധാനത്തോടെ ഒരിക്കലും ഉറങ്ങാൻ സാധിക്കത്തില്ല. നമ്മളെല്ലാം ചിന്തിക്കും, ഈ വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകരും ഈ വലിയ സമ്പന്നരായ ആൾക്കാരും നമ്മൾ നോക്കുമ്പം നല്ല വേഷവിധാനങ്ങളും വലിയ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കുന്ന എത്ര സുഖകരമാണ്. ഒരു സുഖമില്ല, ഒരു സുഖമില്ല. ഒരിക്കലും അവർക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കത്തില്ല. അതാ കാര്യം. അതുകൊണ്ട് ആ പുറമോടി കണ്ട് നമ്മൾ പുറമേ പോകരുത് എന്നർത്ഥം. ഒരിക്കലും ഇങ്ങനെയുള്ള കെണികളിൽ നമ്മൾ വീഴാനേ പാടില്ല. ചിലർ പറയും, പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഓഹ് ഇയാളാ 16 റൗണ്ട് നാമം ജപിക്കുകയും സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുകയും കേട്ട് പിന്നെ എന്തോന്ന്, അവർക്കൊന്നും ഒരു മെച്ചമില്ല, ഒരു ഗുണമില്ല. കണ്ടില്ലേ, ഒന്നും ചെയ്യാൻ നടക്കുന്നത് കണ്ടില്ലേ, എത്ര സുഖമായിട്ട് നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ. ഉണ്ടാവൂ ഉണ്ടാവും കുറച്ചെങ്കിലും. പക്ഷേ ആ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കൃപ കൊണ്ട് ഇതെല്ലാം കാണിച്ചു തരാൻ ഇത്തരം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം യാഥാർത്ഥ്യമായത്. ഇവർ കഴിക്കുന്ന ഗുളികകൾക്ക് ഒരു 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 എണ്ണമില്ല. ഇവരനുഭവിക്കുന്ന യാതനകൾക്ക് ഒരു അതിരില്ല. പക്ഷേ നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഇവരെല്ലാം വളരെ സുഖവാനുമൊക്കെ ആയിട്ട് കാണുന്നു. പക്ഷേ ഇവരുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ക്ലേശപൂർണ്ണം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഒന്നുകിൽ കുടുംബം. ഹരേ കൃഷ്ണ, എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട, എന്റെ വീട്ടിൽ തന്നെ അങ്ങനെയാ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ ദൃഢതമമായി മാറുകയാണ്. കൃഷ്ണ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ എത്ര സുഖമായിട്ടാണ്, നമ്മൾ എത്ര ആനന്ദകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തരം യാതനകളും ഒന്നും നമുക്കില്ലല്ലോ, ഇത്തരം ആകുലതകളൊന്നും നമുക്കില്ലല്ലോ കൃഷ്ണ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. അപ്പോൾ എന്നാൽ അതീന്ദ്രിയ സേവകനാണെന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന ഉടൻ ഭക്തൻ എല്ലാവിധ ത്രിക്ലേശങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരും. അതായത് ഭഗവാനിൽ പരിപൂർണമായി ആ ഒരു സമർപ്പണം. എങ്ങനെയാണോ ശുകദേവ ഗോസ്വാമി വ്യാസമഹർഷിയുടെ മുന്നിൽ ചമ്രം പിടഞ്ഞിരുന്നത് കേൾക്കാൻ, എങ്ങനെയാണോ അർജുനൻ ഭഗവാന്റെ അടുത്ത്, കൃഷ്ണ എനിക്കൊന്നും അറിയത്തില്ല ചെയ്യാൻ, ശരിയും തെറ്റും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അങ്ങ്, ഏതാ ശ്ലോകം വരുന്നത്, അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞു തരൂ. ശ്ലോകം ഏതാ? കാർപ്പണ്യദോഷോ ഭദസ്വഭാവ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢഛേദ യശ്രേയാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം. ഈ ഒരു ശരണാഗതിയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ പരമകാരുണ്യവാൻ തീരുമാനിച്ചേ മതിയാവും. ആ പരമകാരുണ്യവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ, അനുകമ്പ കൂടിയേ തീരൂ എന്നർത്ഥം. ആ അനുകമ്പ ഉണ്ടായതുകൊണ്ടാണ് ധ്രുവൻ ഭഗവാനെ കാണാൻ സാധിച്ചത്. ആ അനുകമ്പ കൊണ്ടാണ് വിഭീഷണൻ രാജാവാകാൻ സാധിച്ചത്. ആ അനുകമ്പ കൊണ്ടാണ് അർജുനന് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാം ഇടയ്ക്കൊരാൾ വന്നു. ആരാ?
ഇടയ്ക്കൊരാളുണ്ടായി. ആരാ? ഒരു കണ്ണിടയ്ക്ക് വന്നു. ആരാ? ഭഗവാൻ. ആ, ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുരു. ഗുരു. ആ, അതാണ് നമ്മുടെ ആ ജപമാലയിലെ ഹരേ കൃഷ്ണ മന്ത്രം. അല്ല, മേരുമുത്ത്. നേരു. ആ മേരി പഞ്ചതത്വ. വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ഗുരുവിലൂടെ. തദ്ബുദ്ധി പ്രതിപ്രാദേന. ആ ശ്ലോകം. പരിപ്രശ്നേന സേവയ. പ്രശ്നേന സേവയ. ആ ദേഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ആ ഗുരുവിനെ സമീപിക്കണം. എങ്ങനെ സമീപിക്കണം? അറിയാനുള്ള ആഗ്രഹത്തോടെ സമീപിക്കണം. അപ്പൊ അറിയാനുള്ള ആഗ്രഹം വരുമ്പോൾ ആ ശബ്ദമായിരിക്കും, ആ ശബ്ദത്തിലായിരിക്കും നമ്മുടെ ചോദ്യം. അല്ല, ഇതെല്ലാം എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ ചെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞാൽ സൗണ്ട് മാറും, ലാംഗ്വേജ് മാറും. ഇവിടെ അറിയാനുള്ള ആഗ്രഹത്തിലൂടെ, എനിക്കും നേരെയാകണം എന്ന ആഗ്രഹത്തിലൂടെ, പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നതിലൂടെ, ബ്രഹ്മാവ് ചോദിച്ചതുപോലെ നമ്മൾ ഭഗവാന്റെ അടുത്ത് ശരണാഗതി ചെയ്ത്, അതായത് ഗുരുവിൻ്റെ അടുത്ത് വളരെ സിമ്പിളായി ലളിതമായി ചോദിക്കണം. അത് അറിവില്ലായ്മ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊന്നും. സ്വാമിമാരൊക്കെ വരുമ്പം ഈ തോളയിലൊക്കെ പിടിച്ച് സംസാരിക്കുന്ന കാണാൻ പറ്റും. അവരൊന്നും പറയാറില്ല, തിരിച്ചൊന്നും പറയാറൊന്നുമില്ല, അവർ പറയില്ല. അതാണ് അവരുടെ ആ ലാളിത്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, സാധാരണ നമ്മൾ തോളയിടുന്ന ആരെയാ? തോളെ കൈയിടുന്ന ആരെയാ? കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തരാതരം അല്ലേ? ഇല്ലേ? തരാതരമാണോ ഈ സ്വാമിമാര്? അല്ല. ഈ 4 പേരെ കാണിക്കാൻ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അല്ല, മറ്റൊന്നുമല്ല. ഇതൊക്കെ വളരെ ഗുരുനിന്ദയാണ്. നിങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. ഇന്ന പ്രഭു ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പാപങ്ങളാണ്. അവർ നമ്മളോട് വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ തോളിൽ കൈയിടാൻ യാതൊരു വിധമായ ക്വാളിഫിക്കേഷനുമില്ല, യോഗ്യതയുമില്ല. പാദങ്ങളിൽ പോലും നമ്മൾ സ്പർശിക്കാനുള്ള യോഗ്യത നമുക്കില്ല. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെയാണ് തത്വദർശികൾ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ചെയ്തവർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേരിൽ കണ്ടവർ. അത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം, ഭഗവാനെ നേരിൽ കണ്ടവർ. ഭഗവാന് സുധാമയെ വന്ന് കെട്ടിപ്പിടിക്കാം, സുധാമയ്ക്ക് അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, സുഹൃത്തുക്കളാണെങ്കിൽ പോലും. ഇതാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഇങ്ങോട്ട് വരാം, ഹഗ് ചെയ്യുന്നത് ഹഗ് ചെയ്യട്ടെ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി തോടൽ കൈയിടാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ എന്നാൽ പരമപുരുഷനായ ഭഗവാനെ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമാണ്. അവിടെയാണ് നാരദ മഹർഷി, വ്യാസമഹർഷി വളരെ ദുഃഖിതനായിട്ട്, ഒരു നിരാശ, ഒരു അസംതൃപ്തി, എന്താണെന്നറിയില്ല, എന്തെയോ നമ്മളെ വല്ലാതെ അലട്ടുന്നു, എവിടെയോ എന്തൊക്കെയോ ഒരു അപൂർണത പോലെ, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്
ആ വിഷമം മാറ്റാൻ ഭഗവാൻ ഇവിടെ എത്തിയത് ആരുടെ രൂപത്തില്? നാരദരുടെ രൂപത്തിൽ. നാരദ മഹർഷിയുടെ രൂപത്തിൽ. ചിന്തിക്കണം, നമ്മൾ എങ്ങനെയൊക്കെ എപ്പോഴെല്ലാം വിഷമം അനുഭവപ്പെടുന്നുണ്ടോ, ഭഗവാന് പ്രീതിപ്പെട്ട ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൊല്യൂഷനായിട്ട് ആരെങ്കിലും മുമ്പിൽ വന്നിരിക്കും. എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും? എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും? അനുഭവമുണ്ട് അനുഭവമുണ്ട്. ആ അതാണ് 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 അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈവിടില്ല എന്നർത്ഥം. ഒരു മിനിറ്റ്. അങ്ങനെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കണം. എന്താ അന്വേഷിക്കണം? എന്തന്വേഷിക്കണം? ജീവിതത്തിലെ സമാധാനത്തിനുള്ള ശാശ്വതമായ പരിഹാരം എന്തായിരിക്കും എന്ന് നമ്മൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് സുഖവും ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത്? എന്താ ഇത്ര ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്? പണമുണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല? ആ, പണമുണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല? ധനമുണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്ക് മനസമാധാനം കിട്ടുന്നില്ല? അല്ല, എനിക്ക് ആഹാരം കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ല, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു? ഇത് നമ്മൾ ചിന്തിക്കണം. അതിന് നമ്മൾ ശരിയായ ഉത്തരം അറിയാവുന്നവരെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ സമീപിക്കുമ്പോൾ മാത്രമേ അടുത്തുള്ള ഒരു തലമുറയ്ക്ക് നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മാവ്, ആ ഒരു റിയലൈസേഷൻ ബ്രഹ്മാവിനുണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സമീപിക്കുന്നു. ഇല്ലേ? ആണോ? അല്ലേ? എങ്ങനെയാണോ? ശ്രീമദ് മഹാഭാഗവതം രണ്ടാമത്തെ അധ്യായം, ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം, ശ്ലോകം 30 എടുത്താട്ട്. ജ്ഞാനം നേടാൻ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ജ്ഞാനത്രിപുടിയെ പറ്റി സംസാരിച്ചു അല്ലേ? എന്താ ജ്ഞാനത്രിപുടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ജ്ഞാനത്രിപുടി ഏതാ? ജ്ഞാനത്രിപുടി മറന്നുപോയി ഇല്ലേ? പോയില്ലേ? ഈ 3 കാര്യങ്ങൾ ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാത. ഏതൊക്കെയാ? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതി. പക്ഷെ അതിൻ്റെ മുന്നായിട്ടുള്ളതാണ്, ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഉള്ളതാണ് ജ്ഞാനം, അറിവ്, ജ്ഞേയം, അറിവിന്റെ ലക്ഷ്യം. അറിവിന്റെ ലക്ഷ്യമാണ് ഏതാ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതി. ഇതാണ് അറിവിന്റെ ലക്ഷ്യം. ആ അറിവിന്റെ ലക്ഷ്യം, അതാണ് ആദ്യത്തെ ബേസ്. അറിവ് നേടണം എന്ന് പറയുന്നത്. അറിവ് നേടുന്നതിനാണ് അറിവിന്റെ ലക്ഷ്യം. ലക്ഷ്യം എന്താണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതി. ഭഗവാനിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് പറഞ്ഞു തരാൻ പ്രാപ്യമായതാരാണ്? അവനെ അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നു. ജ്ഞാത്വ എന്ന് പറയും, ജ്ഞാത എന്ന് പറയും. ഈ 3 എണ്ണത്തിനെയും ഒരുമിച്ച് ജ്ഞാന ത്രിപുടി എന്ന് സംസാരിക്കും. മനസ്സിലായല്ലോ? ഇനി മറന്നു പോകത്തില്ലല്ലോ? മറന്നു പോകും? ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത. അതല്ലേ പ്രഭു? ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത. അതെ. ഹരേ കൃഷ്ണ. കർമ്മത്രയം. എന്തോ? അതെ, പരിജ്ഞാത എന്ന് പറഞ്ഞതാണ്. പരിജ്ഞാത എന്ന് പറഞ്ഞതാണ് എല്ലാം അറിയുന്നവൻ, തികച്ചും അറിയുന്നവൻ. പരിജ്ഞാത, തികച്ചും, എല്ലാം, യാതൊരു സംശയവുമില്ല പടത്തിൽ.
അപ്പോൾ ആ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ ആരാ? ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ ആരാ? ആരാ? ഗുരുവാണ്. ഗുരു. ഗുരു ബ്രഹ്മാവ്. ആ ഭഗവാന്റെ പ്രതിനിധി ഗുരു. ഭഗവാന്റെ പ്രതിനിധി ഗുരു. ഇത്രയേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ആ ഇതാ വ്യത്യാസം. അപ്പൊ അങ്ങനെ ശ്രീമദ് മഹാഭാഗവതം ദ്വിതീയ സ്കന്ധം എടുത്താട്ട്. ദ്വിതീയ സ്കന്ധം പ്രഭു 9-ാമത്തെ അധ്യായം. എന്തോ ശ്ലോകം ശ്ലോകം അതാ പറയുന്നത്. ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം 31-ാം ശ്ലോകം ഒന്ന് എടുത്താട്ട്. പ്രഭു ജ്ഞേയം ഒന്ന് പറയോ പ്രഭു? ജ്ഞേയം. ജ്ഞേയം, അറിവിന്റെ ലക്ഷ്യം, ഒബ്ജക്റ്റ് ഓഫ് നോളജ്, അറിവിന്റെ ലക്ഷ്യം. ദി ഒബ്ജക്റ്റ് ഓഫ് നോളജ്. ജ്ഞാനത്തിന്റെ ഇതാണ് ബ്രഹ്മേദി, അതല്ലേ പ്രഭു? ആ അറിവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ബ്രഹ്മത്തെക്കുറിച്ച് അറിയണം. പ്രഭു ആ അപ്പൊ ബ്രഹ്മം ജ്ഞാനം എന്താണെന്ന് അറിയുമ്പോഴാണ് പരമാത്മാവിലെത്തുന്നത്. ആ പരമാത്മാവ് ആരാണെന്ന് അറിയുമ്പോഴാണ് ഭഗവാനിലെത്തുന്നത്. സർവസ്ഥിജാഹം ഹൃദയസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അബോഹനം ച വേദയിച്ച സർവീർ അഹമേവ വേദ്യു വേദാന്തകൃത്വേദ വിദേവജാഹം. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ശക്തി ഏകകാലികമായി ഭഗവാനുമായി അവിഭക്തവും അതേസമയം ഭഗവാനിൽ നിന്ന് വിഭിന്നവുമാണെന്നാണ് ജ്ഞാനം. മനസ്സിലാവുന്നുണ്ടോ? ഒരേ സമയം ഏകകാലികമായി ഭഗവാനുമായി അവിഭക്തവും അതേസമയം ഭഗവാനിൽ നിന്ന് വിഭിന്നവുമാണെന്ന് ഭേദ അഭേദ അചിന്ത്യതത്വം. എല്ലാവരും ഒരേ, ചിലർ പറഞ്ഞു ദ്വൈതമാണ്, ചിലർ പറഞ്ഞു അദ്വൈതമാണ്. എന്നാൽ ഒരേ സമയം ദ്വൈതവുമാണ് അദ്വൈതവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അറിയാം. അത് മഹാപ്രഭു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരേ സമയം ദ്വൈതവുമാണ് അദ്വൈതവുമാണ്. പുറത്തുകൊണ്ട് അകത്തുമുണ്ട്. അന്തർ ബഹിർ. ഏതാ ശ്ലോകം വരുന്നത് വീണ്ടും? അന്തർ ബഹിർ കുന്തിസ്തുതിയിലാണ്. കുന്തിസ്തുതിയിൽ മാതാജി പറഞ്ഞ എഴുതിയായിരുന്നോ? ഞാൻ ചോദിച്ചത് വിട്ടുപോയി. ആ സബ്ജക്റ്റ് അങ്ങ് പോയെന്ന് തോന്നുന്നു. എഴുതിയായിരുന്നോ പ്രഭു? ജ്ഞാനവും ജ്ഞേയവും അത് രണ്ടും രണ്ടല്ലേ പ്രഭു? അതാണ് എനിക്ക് അതല്ലേ പറഞ്ഞത്. ജ്ഞാനം എന്ന് പറയുന്നത് പ്രഭു നേരത്തെ പറഞ്ഞു ജ്ഞാനത്തിന്റെ തിരുവായിട്ടാണ് ബ്രഹ്മേദി പരമാത്മേദി ഭഗവാനിധി എന്ന് ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് ഇപ്പൊ പറഞ്ഞു ജ്ഞേയത്തിന്റെയാണ് അത് പ്രഭു. അതാണ് മനസ്സിലാകാത്തത്. മാതാജി ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ് അതെ, എഴുതിയോ? എഴുതി. ഇനി ജ്ഞേയമാണ് അറിയേണ്ടത്. ആ ഈ അറിവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞാൻ അറിയുന്നതിനാ, ഞാൻ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് നോളജ്, അറിവിന്റെ ലക്ഷ്യം എന്താണ്? അതിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. സംശയമില്ലല്ലോ? മനസ്സിലായി. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ? പരിപൂർണമായി അറിയുന്നതിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതെ, അതാണ് ജ്ഞാത്വ പരിജ്ഞാത ഭഗവാൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ പ്രഭു. മൂന്നിനും കൂടി ഒരു പേര് പറഞ്ഞില്ലേ പ്രഭു? മൂന്നിനും കൂടി ഒരു പേര് പറഞ്ഞില്ലേ പ്രഭു? ത്രിപുടി, ജ്ഞാന ത്രിപുടി. ജ്ഞാനത്തുപുടിയോ? ജ്ഞാന ത്രിപുടി. ജ്ഞാനത്തുപുടിയോ? ത്രിപുടി. ഇപ്പൊ അവിടെ അപ്പം ദ്വൈത സിദ്ധാന്തങ്ങൾക്ക് പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. പരിപൂർണമായ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭേദ അഭേദ അചിന്ത്യ തത്വം. ആ പരിപൂർണ അറിവുമായിട്ടാണ് മഹാപ്രഭു നമ്മുടെ മുന്നിൽ വന്നത്. അത് ഭഗവത്ഗീത അടിസ്ഥാനമാക്കി, ശ്രീമദ് മഹാഭാഗവത അടിസ്ഥാനമാക്കി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ലോജിക്കായിട്ട് പറഞ്ഞു തന്നു. ശരിയല്ലേ? ആണോ അല്ലേ? അതെ. ദ്വൈത സിദ്ധാന്തവും ലോജിക്കായിട്ട് പറഞ്ഞു തന്നിട്ടില്ല, ഫിസിക്കലായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അദ്വൈത സിദ്ധാന്തവും ഫിസിക്കലായിട്ട് ലോജിക്കായിട്ട് പരിപൂർണമായി പറഞ്ഞു തന്നിട്ടില്ല.
ഇതാണ് അതിൻ്റെ കുറവുകൾ എന്ന് പറയുന്നത്. പക്ഷേ അദ്വൈത സിദ്ധാന്തവുമായിട്ട് വന്ന ശങ്കരാചാര്യർ അവസാനം ഉപദേശിച്ചിട്ട് പോയി എന്താണ്? ഏകദേശം ഈ ഭേദ അഭേദ അചിന്ത്യ തത്വത്തിൽ എത്തിയിട്ടാണ് പോയത് അദ്ദേഹം. ഏതാ? ഗോവിന്ദനെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരേ കൃഷ്ണ പ്രഭു, ഒന്നുകൂടി ഈ പരിജ്ഞാത്ത വരുമ്പം ഭഗവാൻ എല്ലാം അറിയുന്നവൻ, അത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ കഴിഞ്ഞ് ഗുരുവിലോട്ട് വന്നു. അപ്പൊ ഗുരുവിൽ നിന്ന് നേരിട്ട് നമ്മൾ വരില്ലല്ലോ. പ്രഭുവിനെ പോലുള്ള ദീക്ഷ കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ നിന്നല്ലേ പിന്നെ നമ്മൾ അടുത്തറിവ് വാങ്ങിക്കണത്. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഭഗവാൻ നമുക്ക് നേരിട്ട് അറിയാൻ ക്വാളിഫൈ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അറിവ് നേടേണ്ടത്? എങ്ങനെ നേടേണ്ടത്? ഗുരുവിനോട് ശീലിക്കണം. അപ്പൊ ആ ഗുരു, പിന്നെ ആ ഗുരുവിന്റെ ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. അതിനാണ് ഗുരു പരമ്പര, ഏവം പരമ്പര പ്രാപ്തം, ഗുരു പരമ്പര എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാവത്തുള്ളൂ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവത്തുള്ളൂ എന്നർത്ഥം. മനസ്സിലായല്ലോ? ഡിസേബിൾസ് ആകുമ്പോഴേ നമുക്ക് ഡിസിപ്ലിൻ വരത്തുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഭു ഒന്ന് ചോദിച്ചത്. ഹരേ കൃഷ്ണ. അത് സ്വയം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരണ്ട, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എവിടെ എത്തിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാം പ്രഭു, കേൾക്കാം. മനസ്സിലാവാതെ മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? ഇല്ലേ? അല്ല, ഇത്രയും അറിവ് കിട്ടിയപ്പം നമ്മളത് ഏത് തലത്തിൽ എത്തിയെന്ന് നമ്മൾ ഏത് അറിയാനുള്ളതാണ്. തലത്തിലെത്തിയെന്ന് നമുക്ക് തന്നെ വിചിന്തനം ചെയ്യാൻ സാധിക്കും. ശരി, നമ്മൾ ഭാഗവതത്തിലോട്ട് പോകാം. 2-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകം വായിച്ചാട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗ്രഹാനാഗതിദാമയ. വിവർത്തനം. ശ്രീല പ്രഭാത് ഖിജയ്. പരമദിവ്യാത്മ പുരുഷൻ അരുളി ചെയ്തു, ധർമ്മഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള എന്നെക്കുറിച്ചുള്ള ജ്ഞാനം അതീവ രഹസ്യമായതും ഭക്തിയുത സേവനത്തോടൊപ്പം സമന്വയിപ്പിച്ച് സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമാകുന്നു. ആ പ്രക്രിയയ്ക്ക് ആവശ്യമായ അനുസാരികൾ ഞാൻ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങേക്കത് സശ്രദ്ധം സ്വീകരിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച വായിച്ചിരുന്നു അല്ലേ? ഇത് വായിച്ചില്ല പ്രഭു. പ്രഭു അപ്പം ആ 4 ചോദ്യങ്ങൾ വരെ ഒന്നുകൂടെ വായിച്ചാട്ടെ, ഭാവാർത്ഥം. ഭാവാർത്ഥം. ശ്രീലപ്രഭാത് കീ ജയ്. പ്രപഞ്ചത്തിനുള്ളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഭഗവത് ഭക്തൻ ബ്രഹ്മാവാകുന്നു. ആകയാൽ അദ്ദേഹത്തിന്റെ 4 പ്രധാന അന്വേഷണങ്ങൾക്ക് 4 ഉത്കർഷ ശ്ലോകങ്ങളിൽ പരമദിവ്യോത്തമ പുരുഷൻ ഉത്തരവ് അരുളി ചെയ്തു. അത് 4 ശ്ലോകത്തിലുള്ള ആദി ഭാഗവതം എന്നറിയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ അന്വേഷണങ്ങൾ ഇതായിരുന്നു. 1. അതീന്ദ്രിയവും ഭൗതികപരവുമായ ഭഗവത് ആകാരങ്ങൾ എന്തൊക്കെയാണ്? 2. ഭഗവാന്റെ വിഭിന്ന ശക്തികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? 3. ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഭിന്ന ശക്തികളാൽ വിലാസിക്കുന്നത് എങ്ങനെയാണ്? 4. ഭഗവാനാൽ ചുമതലപ്പെടുത്തപ്പെട്ട കർത്തവ്യം നിർവഹിക്കപ്പെടുന്നത് ബ്രഹ്മാവ് ഉപദേശിക്കപ്പെട്ടത് എപ്രകാരമായിരിക്കും? ഏതാ ശ്ലോകങ്ങൾ വരുന്നത്? നമുക്ക് നോക്കാം. ഏതായിരിക്കും? 2-ാമത്തെ ശ്ലോകം ഒന്ന് ബൈപ്പാസ് ചെയ്ത് 33-ലോട്ട് വന്നാട്ട്. 33 ഒന്നാട്ട്. ഇത് തന്നെയാണ് പ്രഭു. 33. ശ്ലോകം 33. അഹമേ സമേവാഗ്രേ നാന്യത് യത് സദസ്സ് പരം പഞ്ചാദഹം യദേതച്ഛയോ അവശിഷ്യേത സോ സ്മൃതം. അസ്മ്യഹം അഹം ഏവാംസമേവാഗ്രേ നാന്യത് സത് അസത്പരം നാന്യത് സത് അസത്പരം പശ്ചാത് അഹം യത് ഏതച്ഛ യോ
അവിശ്യേദ സോ അസ്മി അഹം. ആ അത് ചതുശ്ലോകിയല്ലേ പ്രഭു? അതാ ഞാൻ ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. അതാ ട്രാൻസ്ലേഷൻ വായിച്ചേട്ടെ. വിവർത്തനം. ശ്രീല പ്രഭാത് കീ ജയ്. അല്ലേ ബ്രഹ്മാവേ, ഇവിടെ ശൂന്യമായിരുന്നപ്പോൾ, അതായത് സൃഷ്ടിക്ക് മുൻപ് ഇവിടെ നിലനിന്ന് പരമദിവ്യാത്മ പുരുഷനായ ഞാനാകുന്നു. ഭൗതിക പ്രകൃതിയോ ഈ സൃഷ്ടിക്ക് കാരണമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങ് ഇപ്പോൾ കാണുന്നതും ഞാൻ, അതായത് പരമദിവ്യാത്മ പുരുഷനാകുന്നു. മാത്രവുമല്ല സർവസംഹാരത്തിനും ശേഷം അവശേഷിക്കുന്നതും ഞാൻ പരമദിവ്യോത്തമ പുരുഷനായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ വായിക്കാം. തൃതീയ സ്കന്ധം 11-ാമത്തെ അധ്യായം 39-40 ശ്ലോകങ്ങൾ എഴുതി വെച്ചാൽ. നെക്സ്റ്റ് അടുത്ത ശ്ലോകത്തിലോട്ട് പാട്ട്. 39-40 ശ്ലോകത്തിന്റെ മറ്റൊരു വിശദീകരണമാണ് ഈ ശ്ലോകം, ഈ ചതുശ്ലോകം. ഓക്കെ, അടുത്ത ശ്ലോകം. നെക്സ്റ്റ് 34. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹൃദീർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ബ്രഹ്മാവേ, മൂല്യമുള്ളതായി കാണപ്പെടുന്നതെന്തിനും എന്നോട് ബന്ധമില്ലെങ്കിൽ അത് വാസ്തവമല്ല. അതിനെ അന്ധകാരത്തിൽ കാണുന്ന പ്രതിഫലനം പോലെ എന്റെ മായാശക്തിയായി അറിയുക. പരമമായ സത്യവും ആപേക്ഷിക സത്യവും. ഞാനുമായിട്ട് ബന്ധമില്ലെന്നുണ്ടെങ്കിൽ നഹി നഹി രക്ഷതി, അത് പരമമായ സത്യമല്ല. അതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. 35-ാമത്തെ ശ്ലോകല്ലേ പ്രഭുജി? അതെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ബ്രഹ്മാവേ, സൃഷ്ടിയുടെ ഘടക പദാർത്ഥങ്ങൾ ഒരേ സമയം വിശ്വത്തിൽ പ്രവേശിക്കുകയും പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ടവയിലെല്ലാം ഞാൻ ഒരേ സമയം അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അന്തർബഹിർ അവസ്ഥ ഞാൻ നേരത്തെ ചോദിച്ചു. ഏതാ ശ്ലോകം വരുന്നത്? ഏതാ ശ്ലോകം വരുന്നത്? നമോ നമസ്താണ് പ്രഭു. അന്തർബഹിരവസ്ഥിതം. കുന്തിസ്തുതി. അതെ. 1:8-18 പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം എടുത്തു വെച്ചാട്ടെ. ഇത് വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തട്ടെ. 36. ഹരേ കൃഷ്ണ. അകത്തും പുറത്തും. അതാണ് നമ്മളിവിടെ മനസ്സിലായത്. ഭഗവാന്റെ ശക്തി ഏകകാലികമായി ഭഗവാനുമായി അവിഭക്തവും അതേസമയം ഭഗവാനിൽ നിന്ന് വിഭിന്നവുമാണെന്ന ജ്ഞാനം. അന്തർബഹിർ അവസ്ഥിതം. ഹരേ കൃഷ്ണ. ശ്ലോകം 36. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയാ വ്യതിരേകാഭ്യാം യസ്യ സർവത്ര സർവദാ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമനിരപേക്ഷ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാ സാഹചര്യത്തിലും എല്ലാ ദേശകാലങ്ങളിലും തീർച്ചയായും ഇതുവരെയാകും അന്വേഷിക്കുക. ഹരേ കൃഷ്ണ. അർത്ഥം. പരമനിരപേക്ഷ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാ സാഹചര്യത്തിലും എല്ലാ ദേശകാലങ്ങളിലും തീർച്ചയായും
ഇതുവരെയാകും അന്വേഷിക്കുക. ഇതുവരെയാകും അന്വേഷണം. ഏത് പരിതസ്ഥിതിയിലോ ആയിക്കോട്ടെ, ആ ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും, ഏത് കാലത്താണെങ്കിലും ഭഗവാനെ പരിപൂർണമായി ആശ്രയിച്ചിരിക്കണമെന്നർത്ഥം. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല ചതുശ്ലോകി ഭാഗവതം. ഭഗവത്ഗീതയിൽ ചതുശ്ലോകി ഭഗവത്ഗീത ഏതൊക്കെയാ? ഹരേ കൃഷ്ണ. വായിച്ചേട്ടെ. ശ്ലോകം 37. ഒരു മിനിറ്റ്. ചതുശ്ലോകി ഭഗവത്ഗീത ഏതാ ശ്ലോകങ്ങള്? 4 ശ്ലോകങ്ങൾ. വായിച്ചേട്ടെ, പറഞ്ഞാട്ടെ. ഇത് ഈ രണ്ടും, ഭാഗവത്തിലെ ചതുശ്ലോകവും ഭഗവത്ഗീതയിലെ ചതുശ്ലോകവും പൂർണ്ണമായിട്ട് വെറുതെ കാണാതെ പഠിച്ചാൽ പോരാ, അർത്ഥം വിജ്ഞാന സഹിതം പഠിച്ചിട്ട് വേണം കാണാതെ പഠിക്കാൻ. അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേഷൻ വായിപ്പിച്ചത്. എന്നാൽ മാത്രമേ നമുക്കത് പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നർത്ഥം. ശ്ലോകങ്ങൾ വെറുതെ കാണാതെ പഠിച്ചിട്ട് നഹി രക്ഷതി എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. പക്ഷേ പൂർണ്ണമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ അർത്ഥം, നമ്മൾ ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഹരേ കൃഷ്ണ. ഇതല്ലേ ജന്മാദ്യസ്യല്ലേ ആദ്യം വായിക്കേണ്ടത് പ്രഭുജി? ആണോ? ഭഗവത്ഗീത, ചതുശ്ലോകി ഭഗവത്ഗീത. ചതുശ്ലോകി ഭഗവത്ഗീത. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ. അഹം സർവസ്യ പ്രഭോ മത്താ സർവ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ പാവം. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം തല്ലേ പ്രഭുജി. ഹതയന്തച്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. അടുത്തത്. തേഷാം സതതയുക്താനാം രജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. അടുത്തത്. തേഷാമേവ അനുകമ്പാർത്ഥം അഹമേവ അജ്ഞാനജം തമ നാശയാമ്യാത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വത. അടുത്ത ശ്ലോകം. അർജുന ഉവാച. അടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചതുശ്ലോകി ഭഗവത്ഗീത മാത്രം വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമാകത്തില്ല. ആ അർജുനന്റെ റിയലൈസേഷനോടെ നമ്മൾ വായിക്കണം. എന്നാലും നമുക്ക് ആ സത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ആ സത്തിനെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെതായ രുചിയോടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അർജുനൻ ഭഗവാനെ റിയലൈസ് ചെയ്ത ആ ശ്ലോകം കൂടെ നമുക്ക് വായിക്കണം. വായിച്ചേട്ടാ. ഹരേ കൃഷ്ണ. അർജുന ഉവാച. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭോ ആഹുസ്ത്വാമൃഷയ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം, അർജുനൻ റിയലൈസ് ചെയ്ത് കഴിച്ചു. ഞാനിത് നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നിപ്പം അങ്ങ് എന്നോട് നേരിട്ട് പറയുന്നു. ശരണാഗതി. മനസ്സിലായില്ലേ? അതുകൊണ്ടോ? അപ്പൊ 37-ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചാട്ട്. ഏതാൻ മതം ഇതാത്മതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 9:37 ചതുശ്ലോകി ഭാഗവതം കഴിഞ്ഞിട്ടുള്ള ശ്ലോകം 37. ഹരേ കൃഷ്ണ. ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു നാവിമുഹ്യതി കർഹിചിത്. കൃഷ്ണ. വിവർത്തനം. ശിലപ്രവാക്യജി. അല്ലയോ ബ്രഹ്മാവേ, ഈ നിർണയത്തെ ദൃഢീകൃതമായ ഏകാഗ്രതയാൽ അനുവർത്തിക്കുക. അപ്രകാരമാകയാൽ ഭാഗികമോ അന്തിമമോ ആയി സംഹാര പ്രക്രിയയിൽ ഒരു അഹങ്കാരവും അങ്ങയെ കീഴ്പ്പെടുത്തുകയില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് 4 ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഈ 5-ാമത്തെ ശ്ലോകം കൂടെ നമുക്ക് വായിച്ചാലേ നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലേ? ആണോ? അല്ലേ? അതെ. ഹരേ കൃഷ്ണ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ ഈ 4 ശ്ലോകങ്ങൾ വായിക്കണം എന്നർത്ഥം. അപ്പൊ 38-ാമത്തെ ശ്ലോകം കൂടെ ഒന്ന് വായിച്ചാട്ടെ.
ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീശുവാച സംപ്രതി ശൈവമജനോ ജനാനാം പരമേഷ്ഠിനം പശ്യതസ്തസ്യ തദ്രൂപമാത്മനോ നിരണാധരി. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ശ്രീ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞു, ജീവസത്തകളുടെ നായകനായ ബ്രഹ്മാവിനെ ഉപദേശിച്ചുകൊണ്ട് കാണപ്പെട്ട പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ രൂപം അപ്രത്യക്ഷമായി. നമ്മള് പരിപൂർണമായി നമ്മള് നൈമിഷാരണ്യ വനത്തിലെത്തി. ആ ഒരു ഫീൽ ആയില്ലേ? അതെ, ആയോ ഇല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ആ രംഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ രംഗത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടും. സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? രാജാ പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയുടെ മുന്നിലെത്തി? ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം. ഈ ഒരു മൂഡാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ആരുടെ മൂഡ്? ഓണം മൂഡ് അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരൂപ്യച്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആ തൃതീയ സ്കന്ധം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. 11:39-40 വായിച്ചു വെച്ചാട്ട് കേട്ടോ. ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ച വായിക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ളത് വായിക്കുന്ന ഈ വഞ്ച് സമയമായി. ഇതിനകത്തെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? ഒബ്ജക്ഷൻ യുവർ ഓണർ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ. പ്രഭു ഇപ്പൊ വായിച്ചു വെക്കാൻ പറഞ്ഞ ശ്ലോകം ഏതായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞ. 3-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായം അല്ലേ ഞാൻ പറഞ്ഞത്? 39-40. 13 പ്രഭു. 13, 39, 40 എന്നല്ലേ പ്രഭു പറഞ്ഞേ? അതോ 11? 11 എന്നാ പറഞ്ഞത്. ഹരേ കൃഷ്ണ. 11, 39, 40 ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ